ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാറാണ്. സോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ 8 CBSE പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് ക്യൂരിയോസിറ്റിയിലെ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബയോളജി, ദ ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ. സോ അതിലെ ചില ആക്ടിവിറ്റികൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താണ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈസ്റ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോ ഓർഗാനിസം ആൻഡ് ഫുഡ് എന്ന് പറയുന്ന സെഷനിലെ ഒരു ആക്ടിവിറ്റി. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സ്റ്റെപ്സോടെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റെപ്സ്? ഫസ്റ്റ് നമ്മൾ 2 ബൗൾ എടുക്കണം. 2 ബൗൾ എടുത്തു. A-B എന്ന് പറഞ്ഞു. A-B എന്ന് പറയുന്ന 2 ബൗൾ എടുത്തു. ഈ 2 ബൗളിലും ഒരേപോലെ 200 ഗ്രാം ഫ്ലോർ, ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഫ്ലോർ എടുക്കാം. ഓക്കെ. എ പിഞ്ച് ഓഫ് ഷുഗർ, ഒരു നുള്ളു പഞ്ചസാരയും അതിൽ ആഡ് ചെയ്യണം. രണ്ടിലും ഒരുപോലെ ആഡ് ചെയ്യണം. ഒരുപോലെ കേട്ടോ. 200 ഗ്രാം ഫ്ലോർ, ഒരു മാറ്റം ഉണ്ടാവരുത്. 2 ബൗളിലും 200 ഗ്രാം ഫ്ലോറും പിഞ്ച് ഓഫ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ടാവണം. അത് സെയിം ആണ് 2 ബൗളിലും. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന ബൗളിൽ മാത്രമായി ആഡ് ചെയ്തു കൊടുക്കുന്നത് ഈസ്റ്റ് പൗഡർ. ഒന്നുകൂടി പറയാം, എ എന്ന് പറയുന്ന ബൗളിൽ മാത്രം ആഡ് ചെയ്യുന്നു ഈസ്റ്റ് പൗഡർ. ബി എന്ന് പറയുന്ന ബൗളിൽ ഈസ്റ്റ് പൗഡർ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ വ്യത്യാസമുണ്ട്? വ്യത്യാസം, A-B എന്ന് പറയുന്ന 2 ബൗളിലും 200 ഗ്രാം ഫ്ലോറും പിഞ്ച് ഓഫ് ഷുഗറും ഉണ്ട്. പക്ഷെ എയിൽ മാത്രമുള്ളത് എന്താ? എയിൽ മാത്രമുള്ളത് ഈസ്റ്റ് പൗഡർ, ബിയിൽ ഇല്ലാത്തത് ഈസ്റ്റ് പൗഡർ. ഈസ്റ്റ് പൗഡർ ബിയിലില്ല, എയിലുണ്ട്. ഇതിന് രണ്ടിലും നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായി കുഴച്ച് നല്ല മാവാക്കി മാറ്റുന്നു. സോഫ്റ്റ്, നല്ല മാർദ്ദവമുള്ള അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവായി മാറ്റിയതിന് നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ചെയ്തു. എന്നിട്ടൊരു നനവുള്ള ഒരു തുണിയെടുത്ത് ഇത് അടച്ചു വെച്ച് വാം പ്ലേസിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അതായത് ഇളം ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 4-5 മണിക്കൂറിന് ശേഷം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒബ്സർവ് ദ ഡിഫറൻസ്, എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ നിരീക്ഷിക്കണം. മാറ്റങ്ങൾ നമുക്കിവിടെ കാണാം. എ എന്ന് പറയുന്ന ബൗളിലുള്ള മാവ് അല്ലെങ്കിൽ ഡവ് ആദ്യം എടുത്തിരുന്നതിൻ്റെ ആ വോളിയത്തിന്റെ 2-3 മടങ്ങ് കൂടിയിട്ടുണ്ട്. റൈസ് ചെയ്ത് വോളിയം 2-3 ആയിട്ടുണ്ടാവും. എന്നാൽ ബി എന്ന് പറയുന്ന ബൗളിൽ വെച്ചതിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഡവ് റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണില്ല. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ചിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുമുണ്ട്. ഇനി വാട്ട് മൈറ്റ് ബി ദ റീസൺ? ഇതിന്റെ കാരണം എന്താണ്? കാരണം നമുക്കറിയാം, നമ്മൾ ഒന്നിൽ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്നിൽ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈസ്റ്റ് ആഡ് ചെയ്തതാണ് ഉയർന്നു വന്നത്, വോളിയം കൂടിയത്, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയത്, വ്യത്യസ്തമായ മണം ഉണ്ടായത് ഈസ്റ്റ് ആഡ് ചെയ്ത ബൗളിലായിരുന്നു. എന്നാൽ ബൗൾ ബിയില്, ഈസ്റ്റിന്ന് ആഡ് ചെയ്യാത്ത ബൗൾ ബിയില് അങ്ങനെയുള്ള യാതൊരുവിധ മാറ്റവും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇതിന് കാരണം ഈസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമുക്കറിയാം, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഫംഗസ് ആണ് അല്ലെങ്കിൽ ഫഞ്ചൈ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ്. സാധാരണഗതിയിൽ ഫംഗസുകൾ മൾട്ടി സെല്ലുലാർ ആണ്. അതിലൊരു എക്സെപ്ഷൻ ആയിട്ട് വരുന്ന ആളാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ്. ഇത് നന്നായിട്ട് വാം കണ്ടീഷൻസിൽ വളരും. ഇത് റെസ്പിറേഷന് വിധേയമാവും, എനേറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ഇദ്ദേഹം. ഈസ്റ്റ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ. ഓക്കെ, ഫെർമെന്റേഷൻ. ഇതിന് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡിനെ അല്ലെങ്കിൽ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഡവിനകത്ത്, ഈ മാവിനകത്ത് കാർബൺ ഡയോക്സൈഡ് ട്രാപ്പ് ആവുകയും ഈ ഡവ്, ഈ മാവ് നല്ല രീതിയിൽ ഉയർന്നു വരികയും സോഫ്റ്റ് ആവുകയും ചെയ്യും. അതാണ് കാർബൺ ഡയോക്സൈഡ് റോൾ. കാർബൺ ഡയോക്സൈഡ് ബബിൾസ് മേക്ക് ദി ഡവ് റൈസ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറും. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു കാർബൺ ഡയോക്സൈഡ് എക്സ്പാൻഡ് ചെയ്ത് പോയ ആ ഒരു സ്പേസ് നമുക്ക് കാണാൻ, ടെക്സ്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഈസ്റ്റിന്റെ റെസ്പിറേഷൻ, എനേറോബിക് റെസ്പിറേഷന്റെ ഫലമായി കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും വളരെ ചെറിയ തോതിൽ. ആൽക്കഹോളിന്റെ സ്മെല്ല്, അതാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് നമുക്ക് ആ ബൗൾ എയിലുള്ള ഡവിൽ ഫീൽ ചെയ്യുന്നത്.
ഇത് തന്നെയാണ് ബ്രെഡും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബ്രെഡിന് കേക്കിന് ആ ടെക്സ്ചർ, ആ ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് ഇതൊക്കെ നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത് ഈ ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇഡലി, ദോശ, ബട്ടൂറയുടെ മാവിൽ നമ്മൾ ഫർമെന്റ് ചെയ്യിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയത്തെയാണ്. അത് ബാക്ടീരിയമാണ്, അത് വേറെ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ഫംഗസ് ആണ്, യൂണിസെല്ലർ ഫഞ്ചൈ ആണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രെഡും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി വഴി നമുക്ക് മനസ്സിലായത് ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ആണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എയറോബിക് റെസ്പിറേഷൻ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്തനോളും പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ ആക്ടിവിറ്റിയിൽ പറയുന്നത്. ഇനി മറ്റൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത് 2 ബൗൾ തന്നെ എടുക്കണം. ഇത് രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ബൗൾ എയിൽ ഇളം ചൂടുള്ള പാലിനെയും ആ പാലിലേക്ക് ഇനോക്കുലമായി തൈരിനെയും ആഡ് ചെയ്യണം. സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇനോക്കുലമായി തൈരിനെ ആഡ് ചെയ്യും. ബൗൾ ബി എടുത്തു, അതിൽ തണുത്ത പാലിനെ എടുത്തു, അതിലേക്ക് നമ്മൾ തൈരിനെ ആഡ് ചെയ്തു. രണ്ടിലേക്കും തൈരിനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് കോമൺ. ഒന്നാമത്തത് ല്യൂക്ക് വാം മിൽക്കാണ്, രണ്ടാമത്തത് കോൾഡ് മിൽക്കാണ്. അപ്പൊ കേട് നമ്മൾ ല്യൂക്ക് വാം ഇളം ചൂട്, ആ ഒരു ചൂടുള്ള പാലിലേക്ക് കേടിനെ ആഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് കേട് തൈരായി മാറും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന തൈര് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു നുള്ളു തൈരായാൽ പോലും അതിൽ ദശലക്ഷക്കണക്കിന് ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. ഈ ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പാലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ചൂട് കണ്ടീഷനിൽ നന്നായിട്ട് അത് വളരും. ഇതെന്ത് ചെയ്യും, എന്ത് അറിയോ, ഈ പറഞ്ഞിരിക്കുന്ന ലൂക്കുവാം മിൽക്കിലെ പഞ്ചസാരയിൽ ഫീഡ് ചെയ്യും. ലാക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയിൽ ഫീഡ് ചെയ്ത് അതിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ആ കൊയാഗുലേഷൻ അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള കാരണം. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ മൊത്തം തൈരായി മാറും, പുളി നമുക്ക് ഫീൽ ചെയ്യും. ബൗൾ ബിയിൽ കേർഡ് ഫോർമേഷൻ നടക്കുന്നില്ല, ചെറിയ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പുളിപ്പ് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം കേർഡിൽ എന്തുണ്ട്, കേർഡിൽ ബാക്ടീരിയം ഉണ്ട്, ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയം. അത് മിൽക്ക് ഷുഗറിൽ ഫീഡ് ചെയ്ത് മിൽക്കിനെ കേർഡാക്കി മാറ്റുന്നു, ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ ഈസ്റ്റ് നമ്മൾ നേരത്തെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൽക്കഹോൾ അല്ല, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് ആണ്. അതാണ് ആ ഒരു പുളിപ്പിന് കാരണം. ആസിഡ് പുളിപ്പുണ്ടാവും അല്ലെ, പുളിപ്പിന് കാരണം. വാം കണ്ടീഷനിൽ ഈ ബാക്ടീരിയക്ക് നന്നായി വളരാൻ പറ്റും. അതുകൊണ്ടാണ് ബൗൾ എയിൽ നമ്മൾ ലൂക്ക് വാം മിൽക്ക് എടുത്തപ്പോൾ അവിടെ പെട്ടെന്ന് അത് തൈരായി മാറിയതിന്റെ കാരണം അതാണ്. പെട്ടെന്ന് വളരാൻ പറ്റി. ആ ബൗൾ എയിൽ പെട്ടെന്ന് തന്നെ തൈര് അതുകൊണ്ട് തന്നെ ഫോം ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ആക്ടിവിറ്റി. 2 ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വ്യക്തമായി തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, നന്നായിട്ട് തന്നെ ആക്ടിവിറ്റി പഠിക്കണം. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.